വിളിക്കാതെ കല്യാണത്തിന് പോകുന്നതാ. അവനെന്നെ കൊണ്ടുപോകണേ. ഫുഡ് മേടിച്ചു തരുമെന്ന് നോക്കണം. എന്നെ കാണണ്ടാ. ഫുഡ് മേടിച്ചു തരുമെന്ന് നോക്കണം. എന്നിട്ട് ബാക്കി വർത്താനുള്ള സെറ്റാക്കാം. മതി, അത്ര മതി, കുറേ വേണ്ട. ഞാൻ നാറാൻ പോണ് ഗൈസ്. ദേ അവനങ്ങനെ ഈ സൈഡ് കയറി പോയിട്ടുണ്ട്. ഇപ്പം നീ എൻ്റെ അവസരമാണ്. എനിക്കറിയാൻ പാടില്ല. ഞാൻ എന്തായാലും നാറാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്തായാലും കയറും. കല്യാണം എന്തായാലും കയറാണ്ട് പറ്റില്ല. വന്നു പോയില്ലേ, ഇവിടെ പുറത്തേക്കണേക്കാളും നല്ല കുറച്ചത്ര നേരം വെച്ചിട്ട് അകത്തിരിക്കാം. ചെക്കനെ കൊണ്ടുവന്നിട്ട് അവസാനം നമ്മൾ ഡാമിലോ പരിപാടിയൊക്കെ ഒന്ന് പോയിട്ട് വീട്ടിൽ പോകുള്ളൂ. അതുവരെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈസി ഇട്ടിരിക്കുക പറയുമ്പോൾ മോശമല്ലേ? നമ്മൾ ഈ അറിയുന്ന ആൾക്കാർ അപ്പുറത്തൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വണ്ടി ഇരിക്കുന്നതിന് മോശമല്ലേ? പോയേക്കാം, എന്തെങ്കിലും സംഭവിക്കും. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് നിൽക്കുള്ളൂ, അത് ഉറപ്പാ. പള്ളിയിലെ ചെക്കനും വേണമെന്ന് എത്തിയിട്ടില്ല. അതാ ഞാൻ പിന്നെ ഇപ്പോൾ ഇത്തിരി വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചേ. അവൻ കയറി പോയിട്ടുണ്ട്. മഴയുണ്ട് ചെറുതായിട്ട്. ഓക്കെ, ചെറിയ രീതിയിൽ മഴയുണ്ട്. ഓക്കെ, അപ്പോൾ പള്ളിക്കുന്ന ഹാളിലാണ് കേട്ടോ സംഭവം നടക്കണം. പുള്ളിക്കന്ന് കയറി വെക്കാം. അപ്പം പിന്നെ പറയാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിചയമില്ലാത്തൊരു കല്യാണത്തിന് വരുന്ന ഫീലിലാണ് ഞാൻ വന്നത്. അപ്പം സംഭവം പള്ളിക്കുന്നാണെങ്കിലും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതായത് ആരെങ്കിലുമൊക്കെ അറിയുന്നുണ്ടാവുമെന്ന്. പക്ഷെ വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അറിയണവർ, എല്ലാവരും ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ടീമുകൾ, അവരനിയത്തിമാർ, ഫാമിലി, അങ്ങനെയുള്ള ആൾക്കാർ. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ മാറി മൊളിച്ച് നിന്നു. പിന്നെ ഞാനും കറക്റ്റ് നോക്കിയപ്പോൾ എൻ്റെ വളരെ വേണ്ടപ്പെട്ട എൻ്റെ സീനിയറും അവൻ്റെ അനിയത്തി. ഈ അമ്മയുടെ ഫോട്ടോ എടുത്താ? ആ, അപ്പോൾ ഗായ്സ്, ഇവനാണ് ഇതിൻ്റെ മുതലാളി. നമ്മളെ റോയൽ ഇവൻസില്ലേ, അതിൻ്റെ മുതലാളി. പിന്നെ സ്റ്റേജിൽ ഡാൻസും പരിപാടികളൊക്കെ കുറേ നടക്കുന്നുണ്ട്. അതൊക്കെ നോക്കിയിരുന്നു. പിന്നെ പാട്ട് കേൾപ്പിക്കാൻ പറ്റില്ല കേട്ടോ, അതാണേ. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മളെ കൊച്ചു മുതലാളിയോടൊപ്പം ഫുഡ് കഴിക്കാൻ അവിടെ ഇരുന്നു. അവൻ്റെ 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അവൻ്റെ വളരെ അടുത്ത ഫ്രണ്ട്സാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരും ഞാനും കൂടെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ചോറും ചിക്കൻ 65ഉം മീൻ വറ്റിച്ചതും കൂട്ടി ഞാനൊരു പിടിയെ പിടിച്ചു. മാങ്ങക്കറിയൊക്കെ വെച്ച് ഫുഡൊക്കെ കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എന്താ, കുറേ നേരം ഞാൻ സ്റ്റേജിൽ ഇരുന്നു. എൻ്റെ കൂട്ടുകാരനുണ്ടല്ലോ, അവനെ വെയിറ്റ് ചെയ്യായിരുന്നു. അവൻ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടായി. അപ്പോൾ ആ ടൈം വരെ ഞാൻ ഇങ്ങനെ നല്ല കട്ട പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല കരിങ്കല്ല് പോസ്റ്റായിരുന്നു. എന്താ ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, അതൊക്കെ മ്യൂട്ട് ചെയ്തു. കാരണം ഫുൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. പിന്നെ കൂടുതൽ ഡെക്കറേഷനൊന്നും കൊടുത്തില്ല. സ്റ്റേജിൽ ബ്രൈഡും അവരുടെ ടീമും നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫോട്ടോ എടുത്ത് ഒരു ഐസ്ക്രീമും കഴിച്ച് ഞാൻ അവിടെ അങ്ങിരുന്നു. അപ്പോൾ ഇതിന് നമ്മൾ ചെക്കനെത്തി. അപ്പോൾ അവൻ ഐസ്ക്രീം കഴിക്കാറില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൻ നിർബന്ധിച്ച് അവനെ കൊണ്ട് ഒരു ഐസ്ക്രീം കഴിപ്പിച്ചു. ഇപ്പോൾ ഐസ്ക്രീം കഴിച്ചു. ഇനിയിപ്പോൾ പോകേണ്ടടുത്ത് പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല, വേറെ ഒന്നും തിന്നാനായിട്ടില്ല. നമ്മൾ ഡാമിക്കല്ല പോകണം, ചിലപ്പോൾ നമുക്കൊന്നും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ വരും, അതുകൊണ്ടാണ്, വേറെ ഒന്നുമില്ലേ. തിന്ന് കഴിയാറായി, അത് അവസാനിപ്പിച്ചു. അവനും വന്നു. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടി നോക്കി. ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളറിയണ നമ്മളെ വളരെ അടുത്ത കൂട്ടുകാരന്മാർ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തൊക്കെ സംസാരിച്ചിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ നമ്മളെ മാളുവിൻ്റെ കല്യാണത്തിന് നമ്മളെ സ്റ്റേജ് ചെയ്ത അതേ ടീം തന്നെയാണ് കേട്ടോ ഇവരും. നമ്മളെ പറഞ്ഞില്ലേ പള്ളിക്കുന്നുള്ള റോയൽ ഈവൻസ്, അവരാണ് നമ്മൾ വർക്ക് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ചെക്കന്മാരെ സ്റ്റേജ് അടിപൊളിയാണ്. നിങ്ങൾക്ക് ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ സംഭവം കിട്ടും. അപ്പോൾ മാക്സിമം നിങ്ങൾ പള്ളിക്കുന്നൊക്കെ ഉള്ളത്, പള്ളിക്കുന്ന്, വരന്തരപ്പള്ളി, പുതുക്കാട്, ആമ്പലൂർ, അല്ല തൃശ്ശൂർ ജില്ലയിൽ നിങ്ങൾ എവിടെ വെച്ചാൽ പറഞ്ഞു അടിപൊളിയായിട്ട് ചെക്കന്മാർ ചെയ്ത് തരും. ഞാൻ വേണമെങ്കിൽ അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വേണ്ടവർ വിളിച്ചോ. അപ്പോൾ എൻ്റെ അനിയത്തിയുടെ പരിപാടി ഞാൻ വിശ്വസിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അടിപൊളിയായിട്ട് കൊടുക്കാൻ പറ്റും എനിക്ക് തോന്നണേ. അടിപൊളിയായിട്ട് പറഞ്ഞ റേറ്റിൽ അവർ നല്ല രീതിയിൽ സംഭവം ചെയ്തു തരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.